ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്ലോകമായിട്ടാണ്. നിങ്ങൾക്ക് അധിക പേർക്കും അറിയായിരിക്കും. പാടട്ടെ, ഞാൻ ശ്ലോകം ചൊല്ലട്ടെ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. ഇതാണ് നമ്മുടെ ഭഗവാന്റെ പ്രിയപ്പെട്ട ശ്ലോകം. ഞാൻ എന്താന്ന് അറിയോ ഈ പ്രിയപ്പെട്ടത് എന്ന് ഇതിൽ കൂട്ടിച്ചേർക്കാൻ കാരണം? ഭഗവാന്റെ പ്രിയപ്പെട്ടത് എന്ന് കാരണം ഗോപീജനവല്ലഭ എന്നുള്ളത് കൊണ്ടാ. ഞാൻ തന്നെ അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഗോപികമാരുടെ പ്രിയപ്പെട്ട കാമുകനല്ലേ, പ്രിയപ്പെട്ട വല്ലഭനല്ലേ. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ശ്ലോകം ഇത് തന്നെ ആവുന്നു. അതുകൊണ്ടാണ് ഞാൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ശ്ലോകമായിട്ടുള്ള ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ ആൾക്കാരും ഇത് വളരെ കുറേ പ്രാവശ്യം, 108 പ്രാവശ്യം ദിവസവും ചൊല്ലുന്നത് അത്യുത്തമമായിട്ടുള്ള കാര്യമാണെന്ന്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു ഒരു പോസിറ്റിവിറ്റി കിട്ടും. ഭഗവാന്റെ ഏത് മന്ത്രജപം ജപിച്ചാലും ഏത് ശ്ലോകം ജപിച്ചാലും ഒക്കെ നമുക്ക് പോസിറ്റിവിറ്റിയാണ്. പക്ഷെ ഈ മന്ത്രത്തിന് എന്തോ പ്രത്യേകതയാണ്. 108 പ്രാവശ്യം ജപിക്കണം എന്നാണ് പറയുക. നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത്, 108 പറ്റുന്നില്ലെങ്കിൽ കുറയാത്ത വണ്ണം ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലി എന്തായാലും കേട്ടോ. എല്ലാവരുടെയും എങ്ങനെയാണോ എല്ലാവർക്കും കഴിയുന്നത് അതുപോലെ ചൊല്ലുക. അപ്പം നമ്മൾ ഇതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിയിട്ട് ചൊല്ലുമ്പോഴോ അത് വളരെ ഗംഭീരാവും അല്ലേ. അർത്ഥം മനസ്സിലാക്കി നമ്മൾ എന്ത് പഠിച്ചാലും എന്ത് ചൊല്ലിയാലും അതിനുള്ള അതിൻ്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അത് നമ്മൾ മനസ്സിൽ കാണും. അല്ലാണ്ട് വെറുതെ ചൊല്ലുന്ന പോലെ ആവും അല്ലേ. അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ജപിക്കുന്നത് ഭഗവാനെ. അത് മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആത്മാർത്ഥത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യവും അർത്ഥം മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ നാമജപങ്ങളൊക്കെ ജപിക്കുന്നതാണ് നല്ലത്, ശ്ലോകമായാലും നാമജപമായാലും. അപ്പം ഞാൻ അധികം വൈകിക്കുന്നില്ല. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയ വിധം ഞാൻ നിങ്ങൾക്ക് കൂടെ പകർന്നു നൽകാം. ഓക്കെ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പാടുന്നത് ഓം ശബ്ദമാണല്ലേ. ഈ പ്രപഞ്ചം മുഴുവൻ മുഴങ്ങി നിൽക്കുന്നത് ഓം ശബ്ദമാണെന്നാണ് പറയുക അല്ലേ. അപ്പോൾ ആ ഓമിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നോക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഓം എന്ന പദത്തിനർത്ഥം പരബ്രഹ്മം എന്ന് തന്നെയാണ്.